ഡിവൈൻ മേഴ്സിക്ക് വേണ്ടിയിട്ട് അത്രയും എന്താ പറയാ ശ്രമിച്ച ഒരാൾ. അപ്പം ഇതിലൊരു വാഗ്ദാനമാണ് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഈശോ നിൽക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ചുറ്റുപാടും മൊത്തം എല്ലാം ക്രിയേറ്റ് ചെയ്തൊരു ആളെ പിടിച്ചിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിലോട്ട് ഇടുക, മനുഷ്യനായിക്കോന്ന് പറഞ്ഞാൽ അത് എത്ര ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയോ. എന്നിട്ട് കർത്താവ് അത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്നേഹം കൊണ്ട് എന്താ പറയാ ആ ദിവസത്തിൽ എത്താതെ April 12th നമ്മുടെ ഫീസ്റ്റ് ആണ്. ആ ഫീസ്റ്റിന്റെ അന്നല്ലാതെ നിങ്ങൾ മരിക്കാൻ തീരുമാനിക്കരുത്, നിങ്ങൾ മരിച്ചു പോകരുത്. കാരണം ആ ഒരു ദിവസം എന്ന് പറഞ്ഞാല് അത്രയ്ക്കെന്ന് പറഞ്ഞ പോലെ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം. ഞാൻ ഇങ്ങനെ ആ ഒരു എന്താ പറയാ നമ്മൾ ആ ഷെയറിങ്ങിന്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ഡയറിയിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് കേട്ടപ്പോ ശരിക്കും ഇങ്ങനെ നെഞ്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. കാരണം ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ കുറെ പേര് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്റെ ബാക്കിൽ ഈ ഒരു ഇമേജ് കാണാവോ. ഞാൻ ഇന്ന് ഒരു ഹോസ്റ്റലിൽ ഷിഫ്റ്റ് ചെയ്തതാ. ഇത് ഇവിടെ എനിക്ക് കിട്ടിയ ഒരു ചാപ്പലാണ് ഈ ചോണ്ട എന്റെ ഇപ്പുറത്ത് സെയിന്റ് ജോൺ പോളും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസം. കാരണം ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഈശോനോട് പറഞ്ഞായിരുന്നു. അതായത് ഇങ്ങനെ പറയുമ്പോൾ ഈശോന്റെ ഒരു ഇമേജിന്റെ സൈഡിൽ നിന്നിട്ട് പറയാൻ. അപ്പൊ അത് ശരിക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ ഈ ചാപ്പൽ കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നോക്കുമ്പോൾ കയറി വരുമ്പോൾ ഈശോ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്രയും ഈശോ നമ്മളെ എന്താ പറയാ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഈശോ കാണിച്ചു തന്ന ഒരു അടയാളം പോലെ ഫീൽ ചെയ്തേ. ഞാൻ ഈ ഡിവൈൻ മേഴ്സിനെ പറ്റിയിട്ട് പറയുമ്പം നമ്മളിപ്പോ കുറെ നേരമായിട്ട് കേട്ടു സെയിന്റ് ഫൗസ്റ്റീന കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ചു പേർക്ക് അറിയത്തില്ലായിരിക്കും. എന്റെ കുഞ്ഞിലെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ സെയിന്റിനെ പറ്റി കേട്ടത് എങ്ങനെയാന്ന് വെച്ചാല് തിരുസഭ വിലക്കിയിട്ടുള്ള ഒരു വിശുദ്ധയാണ്. ഒരുപാടൊന്നും ആ ഡയറീനെ പറ്റിയിട്ട് ഇപ്പോഴും ആൾക്കാര് പഠിക്കുന്നുണ്ടോ അങ്ങനത്തെ രീതിയിൽ എന്റെ കുഞ്ഞിലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു സെയിന്റിനെ പറ്റി. അപ്പൊ ഈ ഒരു പേര് എനിക്കറിയാം, പക്ഷെ ആളാരാന്നുള്ള ഒരു കാര്യമൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയ ഒരു വലിയ ബ്ലെസ്സിംഗ് എന്ന് വെച്ചാൽ എന്റെ ഒരു ഫാമിലിയില് അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് ഈശോനെ സ്നേഹിച്ച് ജീവിക്കുന്ന ആൾക്കാരാ. അപ്പൊ അവരെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ ജോലിക്ക് വേണ്ടിയൊക്കെ പുറത്ത് വരുമ്പോഴാണ് വേൾഡ് ഇങ്ങനെയാന്ന് മനസ്സിലാക്കുന്നത്. കാര്യം പറഞ്ഞാല് വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനത്തെ കൂടി സ്പിരിച്വൽ കാര്യങ്ങളാ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലെന്ന് വെച്ചാല് കർത്താവ് എന്നല്ലാതെ ഒരു ടോപ്പിക് വളരെ റെയർ ആയിട്ട്, അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിട്ടുള്ള ടോപ്പിക്കുകൾ വരും. എന്നാൽ പോലും എപ്പോഴും ഈശോ അനുഗ്രഹിച്ച് അങ്ങനത്തെ ഒരു ഫാമിലിയിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൂട്ട് കാര്യങ്ങൾ അപ്പം ചെറുപ്പം തൊട്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുഞ്ഞിലേ മുതൽ ഞാൻ ഇങ്ങനെ ഈ സെയിൻസിന്റെ സ്റ്റോറി ഒക്കെ കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള സെയിൻസിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഫീമെയിൽ സെയിൻസിനെ ആരും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും സഹനങ്ങൾ കൂടിയവരും ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകുന്ന അങ്ങനത്തെ കൂട്ട ആൾക്കാരാ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഫ്രാൻസിസ് ഈസിയുടെ ഒക്കെ സഹനത്തിന്റെ കാര്യമൊക്കെ വലുതാവുമ്പോഴാണ് അറിയുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കൂളായിട്ട് അപ്പന്റെ മുന്നിൽ തുണിയൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് വേണ്ട എടുത്തോ എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സെയിന്റ്. അപ്പൊ ഭയങ്കര ഹീറോയിക് ആയിട്ട് നടക്കുന്ന ആൾക്കാർ സെയിന്റ് ഡോൺ ബോസ്കോനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ മാജിക് കാണിച്ച് പിള്ളേരെ കൂടെ കൂട്ടി നടക്കുന്ന സെയിന്റ് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞ് കേട്ട ഒരു സെയിന്റ് ആണ് എന്റെ പേരിന്റെ കാരണഭൂതയായ വിശുദ്ധ സെയിന്റ് കാത്തറിൻ ഓഫ് സിയന്ന. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു ഭയങ്കര പഞ്ചക്ഷതം ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് സഹിച്ചപ്പോഴത്തേക്കും ലാസ്റ്റ് ഈശോ വന്നിട്ട് ഒരു മോതിരം കൊടുത്തുന്ന്. അപ്പൊ എന്റെ മൈൻഡിൽ ഇങ്ങനത്തെ കഥ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇത്രയും സഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പിശാചുക്കളൊക്കെ വരും അടുത്ത്. അങ്ങനത്തെ കൂട്ട് ഭീകര സാധനങ്ങളൊക്കെ കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോചനം കിട്ടിയിട്ട് എന്താ കാര്യം. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കൂട്ട് സെയിൻസിനെ ഞാനിങ്ങനെ ഒഴിവാക്കി വിടുമായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴും എപ്പോഴും അച്ചാച്ചൻ ഇങ്ങനെ അങ്ങനത്തെ പാട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസംഗങ്ങളാണ് ഞങ്ങൾ കേട്ടു പോവാ. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് ഈ ഡിവൈൻ മെർസിയുടെ നാഷണൽ ഷ്രൈനിൽ നിന്ന് ഒരു സിസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ടു. കേൾക്കുന്നതെന്ന് വെച്ചാല് ഞാൻ ഒരു +2 ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഈ സിസ്റ്റർ ഇങ്ങനെ ഒരു സെയിന്റിനെ പറ്റിയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അജാസൻ കഴിഞ്ഞ ദിവസം കേട്ടതിന്റെ ബാക്കി എങ്ങാണ്ടാ ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് സ്വന്തമേ തോന്നി ഞാൻ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നിയാലും എന്റെ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും കുഞ്ഞു ഞാനാ. അപ്പൊ എല്ലാവരും എന്നെ കമ്പയർ ചെയ്യുന്നത്, ഞാൻ പറയും എനിക്ക് ബുദ്ധി കൂടുതല പക്ഷെ എന്നാലും ഹൈറ്റ് വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യുക. പക്ഷെ അപ്പൊ ഞാൻ ഏറ്റവും ചെറുത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ സിസ്റ്റർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത്, നിങ്ങൾക്ക് കാണാവോന്ന് അറിയത്തില്ല, എന്റെ ഫേസിൽ ഇങ്ങനെ ഫ്രെക്കിൾസ് ഉണ്ട്, ഫോറിൻ മാർക്സ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ ചില സമയത്ത് ഭയങ്കരമായിട്ട് തെളിഞ്ഞു വരും. അപ്പൊ ഈ സെയിന്റിനെ പറ്റി ഒരു സിസ്റ്റർ പറയാണ്, ആൾക്കാരുടെ ഇടയിൽ നിന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, ഭയങ്കര ഹൈറ്റ് കുറവുള്ള ആളായിരുന്നു. പിന്നെ ചുരുണ്ട മുടിയാണ്, ഇങ്ങനെ ഫേസിന്റെ സൈഡിൽ ഫ്രെക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു സ്നേഹം ഈ ഒരു സെയിന്റിനോട്, എന്തോ ഒരു ചെറിയൊരു സ്പാർക്ക് അടിച്ചു. അപ്പൊ ഞാന് ഈ സെയിന്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങി. ഞാനൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണുകയാണെങ്കിൽ അവര് കോഴിക്കോട് താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ സംസാരിക്കും കോഴിക്കോട് ഭാഷ.
തൃശ്ശൂരുള്ളവര് പക്ക അവർ ആ ഭാഷ സംസാരിക്കും. പക്ഷെ അവരുടെ ഫേസ് കണ്ടാൽ നമുക്ക് മലയാളികളാന്ന് തോന്നില്ല. പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഈ സെയിന്റിനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ആ വഴിക്ക് ഈ സെയിന്റിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ ആദ്യമായിട്ട് എന്റെ പേഴ്സണൽ 3 ഫേവറേറ്റ് സെയിന്റ്സില് നമ്മളിങ്ങനെ പേരിന് നമുക്ക് 3 സെയിന്റ്സ് അതില് ആദ്യത്തെ സെയിന്റ് ഈ ഫീമെയിൽ സെയിന്റ്. അപ്പൊ ഞാൻ ഈ സെയിന്റിന്റെ പുറകെ പോയി ഞാൻ കുഞ്ഞിലെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. അപ്പം ഈ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ നമ്മളോട് കണ്ണടയ്ക്ക് ഈശ്വരന്റെ മുഖം ആലോചിക്കുന്നു പറയുമ്പോഴത്തേക്കും കുരിശിൽ കിടക്കുന്ന ഈശ്വരനൊക്കെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കണ്ണു തുറന്ന് നിൽക്കും. കാരണം എനിക്കത് ആലോചിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാ. എനിക്കത് ഭയങ്കര ഒരു ഭീകര ഒരു ഇമേജ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ അമ്മ വീട്ടില് പണ്ട് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ ഈ എന്താ പറയുക ഡിവൈൻ മേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാം കുഞ്ഞിലെ. അപ്പം ഈ ഇമേജിന് ഭയങ്കര പവറാന്ന് പറഞ്ഞിട്ട് അത് പക്ഷെ നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഇങ്ങനെ നീളത്തിൽ ഒരു ഷീറ്റ് പോലെ അങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ അമ്മ അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കി വെക്കും. അപ്പൊ ഇത് ഇങ്ങനെയും പറഞ്ഞു പോകും. അപ്പൊ അമ്മ അയ്യോ ഇത് വീണ് പോയോ, പിന്നെയും കൊണ്ട് അത് പേസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഇമേജ് അമ്മ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആ ഈശോ എന്ത് ടൈപ്പ് ഓഫ് ഈശോ എന്ന് അറിയത്തില്ല. കാരണം കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ഈശോന്റെ എല്ലാം ഉണ്ട്. പക്ഷെ ഈ ഒരു ഈശോനോട് എനിക്ക് ഭയങ്കര ഒരു സമാധാനം തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഈശോ പേടിപ്പിക്കുന്നില്ല. ഞാനപ്പം എവിടെ ആര് കണ്ണടച്ച് ഈശോനെ ആലോചിക്കുന്നു പറയുമ്പോഴും ഞാൻ കണ്ണടച്ച് ഈ ഈശോനെ ആലോചിക്കും. പിന്നെ കണ്ണു തുറക്കേണ്ടിയില്ല. ഭയങ്കര സമാധാനം. അപ്പം അങ്ങനെ ഈ ഈശോനോട് എനിക്ക് സ്നേഹം കൂടാൻ തോന്നി. പിന്നെയാണ് ഞാൻ ഈ സെയിന്റിന്റെ ലൈഫ് മനസ്സിലാക്കുമ്പോൾ ആ ഈശോ ആണ് ഈ ഈശോ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ ഒരു സെയിന്റിന്റെ ഒക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എക്സ്റ്റേണലി ഈ ഒരു ഡയറിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പം ഇത്രയും വിഷൻസ് അല്ലെങ്കിൽ ഭയങ്കര അസാധാരണമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ എക്സ്റ്റസിയിലായി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചക്ഷരം നിങ്ങൾ പുറത്ത് കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഉള്ളിൽ പഞ്ചക്ഷരം ഉണ്ട്. സെയിന്റ് പാദ്രിപ്പിയോയ്ക്കൊക്കെ ഉള്ളിലും പുറത്തും ഉണ്ടായിരുന്നു. പക്ഷെ സെയിന്റ് ഫൗസ്റ്റീനയ്ക്ക് ഉള്ളിലാ പഞ്ചക്ഷരം. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് അതായത് ഈ മുറിവുകൾ കാണാൻ പറ്റില്ല, പക്ഷെ ആ പെയിൻ ഉണ്ടാവും. എന്ന് വെച്ചാല് സെയിന്റ് പാദ്രിപ്പിയുടെ കയ്യിൽ കാണുന്ന പോലെ ആ മുറിവും ചോരയും ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ ആ വേദന ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം സെയിന്റ് ഫൗസ്റ്റീനൊക്കെ ഇങ്ങനെ ചാപ്പലിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് ഭയങ്കര പാപിയായിട്ടുള്ള ഒരു മനുഷ്യൻ ആ ചാപ്പലിൽ വരിക. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് നെഞ്ചു കുത്തി തുളയ്ക്കുന്ന പോലെ വേദന എടുത്തപ്പോ ഈശോ പറയാണ് ആ ഒരു ആത്മാവിനെ പ്രതിയുള്ള എന്റെ വേദന ഇത്. അപ്പം അങ്ങനെ എന്ന് വെച്ചാല് അത്രയും കാര്യങ്ങൾ ഇത്രയും ഉള്ളപ്പോഴും ഈ സെയിന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1107 ഖണ്ഡികയിൽ സെയിന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ ഗ്രേസസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂട്ട് ഗിഫ്റ്റുകളോ അല്ല ഒരാളെ ഒരു സോളിനെ പെർഫെക്റ്റ് ആക്കുന്നത്. പക്ഷെ ആ സോളിന് കർത്താവുമായിട്ടുള്ള ആ ഒരു ഇന്റിമേറ്റ് ആ ഒരു എന്താ പറയാ ഒരു യൂണിയൻ ഇല്ല, ഈശോ ആയിട്ട് ആ ഒന്നാവുന്ന ഒരു കാര്യമാണ് ഒരു സോളിനെ പെർഫെക്റ്റ് ആക്കുന്നതെന്ന്. അപ്പൊ ഈ ഒരു ഇന്റിമസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ ആ ഇന്റിമസി ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്റെ അമ്മയാണ്. അപ്പൊ നമ്മള് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ എന്താ പറയാ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇങ്ങനെ, അതായത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടില് കോമൺ ഒരു സാധനം എപ്പോഴും പ്രാർത്ഥനയാണ്. അപ്പം ഞങ്ങളെ പുറത്തുള്ളവർ കളിയാക്കായിരുന്നു, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ നേരം കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ വീട്ടില് 1 മണിക്കൂർ എന്നൊക്കെ ഉള്ളത് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ. അപ്പൊ നമുക്ക് പറയണമെന്നുണ്ട് ഇത് 1 മണിക്കൂർ അല്ലാതെ പറയണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾ മിണ്ടൂല. പക്ഷെ അതിലൊരു രസമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ രീതിയിലാണ് വീട്ടില് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈശോനെ ആരാധിക്കും. അപ്പം ഈ അമ്മ കാണിച്ചു തന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഈ ദിവ്യകാരുണ്യ ഈശോനോട് ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോ ഇതില് സെയിന്റ് ഫൗസ്റ്റീന നമ്മൾ ഇതിൽ നോക്കിക്കഴിയുമ്പം ഈ സിസ്റ്റേഴ്സ് അമ്മ ഒരു പേര് മാറ്റും. അപ്പൊ ഹെലന എന്നായിരുന്നു പേര്. അപ്പൊ ആ പേര് മാറ്റിയിട്ട് സെയിന്റ് മരിയ ഫൗസ്റ്റീന, സോറി സിസ്റ്റർ മരിയ ഫൗസ്റ്റീന എന്നാക്കി പേര്. പക്ഷെ അവർ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സ് അവര് സിസ്റ്റർ ആവുമ്പം അവർ ആ പേരിന്റെ കൂട്ടത്തിൽ ഒരു വചനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അവര് ചൂസ് ചെയ്യും അവരുടെ ലൈഫ് ലോങ് അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സെയിന്റ് ഫൗസ്റ്റീനയുടെ ആ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിന്റെ, അതായത് സിസ്റ്റർ മരിയ ഫൗസ്റ്റീന ഓഫ് ദ ബ്ലെസ്സഡ് സാക്രമെന്റ് എന്നാ പറയാം. അപ്പം ഈ ഒരു അതായത് ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഈ ഒരു ഇമേജിൽ നിന്ന് വരുന്നത് വേറെ എന്തോ ഒരു കരുണയാണ്. അത് ഉറപ്പായിട്ടും എന്താ പറയാ ഈ ഒരു എന്താ പറയാ പരിശുദ്ധ കുർബാനയുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യമാണ് ദിവ്യകാരുണ്യം. നമ്മൾ അത് ചുമ്മാ എപ്പോഴും എപ്പോഴും പറഞ്ഞ തഴക്കം വന്നിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കും ദിവ്യകാരുണ്യം വേറെ കരുണ വേറെ, പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ശരിക്കത്തെ കരുണ. അപ്പം അമ്മയൊക്കെ എന്ന് വെച്ചാല് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, കുർബാന മിസ്സായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആശ്രമ പള്ളിയാണ് സെയിന്റ് ആശ്രമ പള്ളി. അപ്പൊ ഇഷ്ടംപോലെ അച്ഛന്മാരുണ്ട്. അപ്പൊ നമ്മൾ ലേറ്റ് ആവുകയൊക്കെ ആണെങ്കിൽ അച്ഛന്മാരോട് ചോദിക്കും, അച്ഛാ ഇന്ന് എനിക്ക് കുർബാന കിട്ടിയിട്ടില്ല, ഇന്ന് ഒരു കുർബാന ചൊല്ലി തരാൻ വേണ്ടി പറ്റും. അപ്പൊ അച്ഛന്മാർക്ക് സന്തോഷം, അവർ വൈകുന്നേരം ചൊല്ലുന്നവരുണ്ട്, അവർ ചൊല്ലി തരും. അങ്ങനെ അപ്പം
എന്റെ അമ്മേനെ പറ്റി ഞാൻ പറയുമ്പം അമ്മ ഇപ്പൊ ഈശോയുടെ അടുത്താണ് ഒരു വർഷമായിട്ട്. അപ്പൊ ഞാൻ അത് പറയുമ്പോന്ന് വെച്ചാല് ഒരു ഒരു 10-12 കൊല്ലം ഭയങ്കര എന്ന് പറഞ്ഞ സാധനത്തിൽ കൂടെ കടന്നു വരാൻ ഒരാളാ. ഒരു ട്യൂമർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ക്യാൻസർ ആയിട്ട് ഭയങ്കര ഭീകര വേദനയിൽ ഈശോയുടെ അടുത്തേക്ക് പോയ ഒരാളാ. അപ്പം നമ്മളിങ്ങനെ പറയും ഒരു ഒരു മനുഷ്യന്റെ എസെൻസ് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മനസ്സിന്റെ കൺട്രോളും ശരീരത്തിന്റെ കൺട്രോളും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ശരിക്കത്തെ നമ്മുടെ എസെൻസ്. അപ്പൊ ഞാനിങ്ങനെ അമ്മേനെ പറ്റിയിട്ട് ഞാൻ പറയുമ്പം അമ്മ ഒരുപാട് സാധനങ്ങളിൽ കൂടെ പോകുമ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, അതായത് ഇവര് രണ്ടുപേരും എന്നെ ഏറ്റവും കൂടുതൽ ഈ ദൈവകരുണയിലേക്ക് അടുപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവര് രണ്ടുപേരും പരാതി പറയും. പക്ഷെ പരാതി പറയുന്നത് ഈശോനോടാ, മനുഷ്യന്മാരോടല്ല. ഈ പറയും, പക്ഷെ എന്നാലും അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നോണം അവര് തന്നെ ഈശോയിൽ നിന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവര് നമ്മളെ ആശ്വസിപ്പിക്കും. അപ്പൊ എന്ന് വെച്ചാല് സെയിന്റ് ഫൗസ്റ്റീൻ ഇതേപോലെ ഈശോനോട് ചോദിക്കും എന്തുകൊണ്ടാ ഇത് മാറാത്ത, എന്തുകൊണ്ടാ മാറാത്ത. അപ്പം സെയിന്റ് ഫൗസ്റ്റീനോട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇത് സാധനങ്ങൾ നിനക്ക് അനുവദിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, ബാക്കി ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ ഇങ്ങനെ ഒരൊറ്റ കാര്യം പോലും വെറുതെ വിടൂല, ഈ കിട്ടുന്നത് മുഴുവൻ. പക്ഷെ ഒരു പരിധി നമ്മൾ സഹനം കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് മടുത്തു പോകും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് എപ്പോഴും വില കൊടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ചാപ്പലിൽ, ഒരു കുഞ്ഞു ചാപ്പലില് ഒരു വയസ്സായ ഒരു അച്ഛൻ ഇങ്ങനെ കുർബാന ചൊല്ലി കൊടുക്കാന്ന് പറഞ്ഞു ഒരു ഡെയിലി ബേസിസിൽ. അപ്പൊ വൈകുന്നേരം ചെല്ലും. അപ്പൊ ഞങ്ങൾ ആരെയും കൂടെ ചെന്നാലേ ഞങ്ങൾക്ക് ഇരിക്കത്തുള്ളൂ. അതായത് ആൾക്ക് നിന്ന് ചില സമയങ്ങളിൽ കുർബാന കൂടാൻ പറ്റില്ല, അപ്പൊ ആൾ ഇരിക്കും. അപ്പൊ അച്ഛന് അതൊരു വിഷയമല്ല. അപ്പൊ ഇരുന്ന് ഇങ്ങനെ കുർബാന കൂടുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി പോകുന്നത് എനിക്കറിയാം. കാരണം ചില സമയത്തൊന്നും ചൊല്ലാൻ പറ്റില്ല, ഭയങ്കര വേദന കാരണം. പക്ഷെ ആൾ ആ കുർബാന കൂടും, തിരിച്ചു വരും. അപ്പൊ കൂടാൻ പറ്റാത്തപ്പോ ഇതേപോലെ ഓൺലൈൻ കുർബാന കൂടും. ഭയങ്കര വേദനയായിരിക്കും. പക്ഷെ എന്നാൽ പോലും അതിനൊരു കോംപ്രമൈസ് വരുത്തില്ല. പക്ഷെ അമ്മയ്ക്ക് ഈശോ ചെയ്തു കൊടുത്ത ഒരു വലിയ അനുഗ്രഹം എന്ന് എനിക്ക് എന്താ പറയാ, എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാല്, ഞങ്ങള് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ആശ്രമ പള്ളിയാണ്. അപ്പൊ അമ്മയ്ക്ക് കുർബാന സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അമ്മ ഇങ്ങനെ ഇതേപോലെ അച്ഛന്മാരോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ കുർബാന കൊണ്ട് തരാൻ വേണ്ടി പറ്റുമോ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ കൊണ്ട് തരാം, പ്രശ്നമില്ല, വികാരിയച്ഛന്റെ പെർമിഷൻ കിട്ടി. അപ്പം അച്ഛൻ എങ്ങനെ ചെയ്യുന്ന വെച്ചാല്, വൈകിട്ടാകുമ്പോഴത്തേക്കും ഒരു 7 മണി സമയമാകുമ്പോഴത്തേക്കും പരിശുദ്ധ കുർബാനയും കൊണ്ട് വരും. പരിശുദ്ധ കുർബാനയും കൊണ്ട് വരും. അമ്മ ആ സമയത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങും. അപ്പൊ നമ്മൾ ആ ടൈമിൽ വീടൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യും. എന്നിട്ട് ആ സമയത്ത് കുർബാന കൊണ്ടുവരും, ഈശോനെ ഇങ്ങനെ കൊടുക്കും. ഇത് കൊടുത്തു കഴിയുമ്പോൾ, ഇത് സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പോ ഇതിങ്ങനെ ഈ ഒരു രോഗം അങ്ങോട്ട് കൂടി 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 ഒരു ലാസ്റ്റ് ഒരു മൊമെന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും ആളുടെ കണ്ണിന് സ്വാധീനം പോയി, നാവിന് സ്വാധീനം പോയി. അപ്പൊ എന്താന്ന് വെച്ചാല് ഇറക്കാൻ പറ്റില്ല ഒരു സാധനവും. അപ്പൊ എല്ലാം ഇങ്ങനെ, നിങ്ങൾ അജ്ന ചേച്ചിയുടെ ഇത് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഈ ഏരിയക്ക് ഈ മസിൽസിന് ഇതില്ല, സ്ട്രെങ്ത് ഇല്ല. അപ്പൊ നമ്മൾ എന്തെടുത്താലും അത് അതേപോലെ താഴോട്ട് പോകും. അപ്പൊ ആള് ഇതേപോലെ അച്ഛനോട് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, അത് പറയുന്ന തിരിയൂല. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ കുർബാന ഒടിച്ചു തരാൻ പറ്റുമോ, അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചോദിച്ചിട്ട് അച്ഛന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ അടുത്ത ദിവസം സ്ഥിരം വരുന്ന ഈ വയസ്സായ അച്ഛൻ വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ കുർബാന ഒരു കഷ്ണമായിട്ട് കൊണ്ടുവരും. അപ്പൊ അച്ഛൻ അങ്ങനെ കൊടുക്കും. ആ അച്ഛൻ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കും, കുർബാന സ്വീകരിച്ച് ഇറങ്ങണോടം വരെ അച്ഛൻ നോക്കി നിൽക്കും. അതിങ്ങനെ വെള്ളം കൊടുത്ത് കൊടുത്ത് കൊടുത്താ കുർബാന ഇറക്കുക. അപ്പൊ ഇത്രയും അങ്ങോട്ട് ഇറങ്ങി അത് ഉള്ളിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ആളിരുന്ന് പ്രാർത്ഥിക്കുന്ന തുടങ്ങുമ്പോഴേ അച്ഛൻ പോവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ എന്താ പറയാ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ മുന്നേ എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഇങ്ങനെ ഈ അച്ഛന് പകരം വേറൊരു അച്ഛൻ വന്നു. അപ്പൊ അച്ഛൻ അറിയത്തില്ല ഈ ഫുൾ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അച്ഛൻ വന്നു, അച്ഛൻ അപ്പൊ എന്നോട് പറഞ്ഞു പറയണം. അപ്പൊ ഞാനാണെങ്കിൽ ഈ വെള്ളം പിടിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ കയറി, അച്ഛൻ വന്നു, അച്ഛൻ ആ പ്രാർത്ഥന ചൊല്ലി. അപ്പൊ തന്നെ കുർബാന നാവിലേക്ക് വെച്ചപ്പോഴത്തേക്കും ആള് ഭയങ്കര ദയനീയമായിട്ട് എന്നെ നോക്കി. കാരണം ഇത് ഇറക്കാൻ പറ്റില്ല എങ്ങനെയെന്ന് പറഞ്ഞ പോലെ, കാരണം ഈ നാവിന് സ്വാധീനമില്ല, എങ്ങനെ ഇറക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കി, എനിക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു നോട്ടം എന്ന് പറഞ്ഞാല്, എനിക്കത് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസം കുർബാനയ്ക്ക് പോകാൻ ഇപ്പൊ പോകണ്ട, നമുക്ക് അടുത്തതിന് പോകാൻ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് ഈ രണ്ടുപേരാണ്, അജ്ന ചേച്ചി അതെ, ഈ അമ്മ അതെ, എനിക്ക് എപ്പോഴും അപ്പൊ ഞാൻ ഓർക്കും അത്രയും വയ്യാത്ത ഒരാൾക്ക് അത്രയും പറ്റുമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു ഓർക്കം സാക്രിഫൈസ് ചെയ്തൊക്കെ പോകാൻ പറ്റില്ലേ എന്നൊരു ചിന്ത വരും. അപ്പൊ ഈ ഒരു ഓർമ്മ പോകുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, എന്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കും അമ്മ. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ അടുത്ത് ചെല്ലുമ്പോ എന്നോട് ചോദിക്കും അവളെ ഒന്ന് വിളിക്കോ. അപ്പം എന്നെ സംബന്ധിച്ച് അതെന്ന് വെച്ചാല്, അതായത് ഞാൻ അമ്മയുടെ മൂത്ത മോളാണ്. അപ്പം അമ്മ എന്നെ വിളിക്കുമ്പം ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ എന്നോട് ചോദിക്കും അവളെ വിളിക്കുക. കാരണം അമ്മയ്ക്ക് ചില സമയത്ത് കണക്ഷൻ കിട്ടുന്നില്ല, ഇത് ഞാനാണെന്നുള്ളത്. അപ്പൊ അത് കേട്ട് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ആളുടെ മുന്നിൽ. പക്ഷെ
ആ ഒരു സമയത്ത് എന്താ പറയാ ഭയങ്കരായിട്ടുള്ള ഒരു വിഷമമുണ്ട് നമ്മുടെ ഉള്ളില്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, "ആ വിളിക്കാൻ ഞാനാണ്." അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു വരുമ്പഴും, ആൾക്ക് നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി കൊടുക്കുമ്പഴോ അങ്ങനത്തെ കാര്യങ്ങളില് ഒറ്റ കാര്യേ ചിന്തയുള്ളൂ. "എന്റെ കൊന്ത, എന്റെ കൊന്ത." ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അതായത് കൊന്ത ഇങ്ങനെ ഒരെണ്ണം കയ്യില് പിടിച്ചു കഴിഞ്ഞാല് അത് വിടൂല. "എന്റെ കൊന്ത, എന്റെ കൊന്ത." ഇതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ, ഈ കൊന്ത ഒരു പ്രാവശ്യം ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് സംഭവം കാണാണ്ടായി പോയി. കാണാണ്ടായി പോയെന്ന് വെച്ചാൽ ഞാൻ മാറ്റി മേശയിലേക്ക് വെച്ചു. സംഭവം കാണുന്നില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആള് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ ഇതൊന്ന് ഒതുങ്ങി കിട്ടണോടം വരെ ഞാൻ അടുത്തൊരു കൊന്ത കൊടുക്കാന്ന് ഓർത്ത് ഞാൻ ഒരു കൊന്ത കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആളിത് ഇങ്ങനെ തള്ളി വിടും. ഇത് എന്റെ അല്ല. കാരണം ആൾക്ക് ഫീൽ ചെയ്യാം. ഇത് എന്റെ അല്ല, തള്ളി വിടുവാ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തൊരു കാര്യം, അത്രേന്ന് പറഞ്ഞ പോലെ നമ്മള് ഈ ഒരു ഡിവൈൻ മെർസി, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങളാ. ഈ ഡിവൈൻ മെർസിക്ക് വേണ്ടിയിട്ട് അത്രയും എന്താ പറയാ ശ്രമിച്ച ഒരാളാ. അപ്പം ഇതിലൊരു വാഗ്ദാനമാണ്, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഈശോ നിൽക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എത്ര ഒരു എന്താ പറയാ സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച് വരുന്ന ഒരു ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്നത് ഈ ഡിവൈൻ മെർസിയാ. ആ ഒരു കാര്യത്തില്. കാരണം ആ ഡിവൈൻ മെർസി മോശയുടെ ലൈഫിൽ എപ്പോഴാ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മോശനെ കാനാൻ ദേശത്ത് കയറ്റിയില്ല. അതൊരു സാക്രിഫൈസ് ആയിട്ട് എടുത്തിട്ട് ദൈവം എന്താ ചെയ്തതെന്ന് വെച്ചാല് മോശേനെ ആ ഒരു മേഴ്സി കാണിച്ച് കയറ്റി വിടുക. പക്ഷേന്ന് വെച്ചാല് ഈ ഒരു കാര്യം നമ്മള് അങ്ങനെ നമുക്ക് കിട്ടാതെ പോകുന്ന ഓരോ കാര്യം പറ്റി നമ്മൾ പരാതി പറയുമ്പോൾ അതെല്ലാം നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാ. അപ്പൊ ഈ അമ്മേന്റെ ഒരു കാര്യം ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഈ രോഗം മാറുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഭയങ്കര പേര് കേട്ട ഒരു സ്ഥലമാണ് ഈ കൂടത്തായി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇടവകയാ അത്. ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന ഒരു സ്ഥലം അത്. അപ്പൊ ഈ സമയത്തൊക്കെ ആൾക്ക് നല്ല സ്ട്രഗിൾ ഉണ്ട്. അന്നൊക്കെ സംസാരിക്കാനൊക്കെ പറ്റും, പ്രശ്നമില്ല. അപ്പൊ ഇത്രയും ഇങ്ങനെ നടക്കുന്ന സമയത്തും ആളിങ്ങനെ ഒറ്റയ്ക്ക് ഈശോനോട് പറയും, എന്റെ കർത്താവേ ഈ നാടിന് വേണ്ടിയിട്ട് ഈ വേദന ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ പറയും. അപ്പൊ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുറവ് വരുമ്പോഴത്തേക്ക് ആൾ ഉടനെ ആ സഹന കാഴ്ചവെക്കുന്നത്. കാരണം കയ്യിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞ ഈ സഹനമാണ്. അപ്പം അത്രേന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ നമ്മൾ അധികം ഒന്നും ഞാൻ ഈ ഡിവൈൻ വേഴ്സിനെ പറ്റി കേട്ടിട്ടില്ല. അപ്പം ഒരച്ഛൻ ഇങ്ങനെ പറയാനിടയായി ഒരു 9 കാര്യങ്ങള് അത് വെച്ചിട്ടാണ് ഈ ഫീസ്റ്റ് നമ്മൾ ആഘോഷിക്കേണ്ടത്. അപ്പൊ വല്ലാതെ ഈ സെയിന്റിനോടുള്ളൊരു സ്നേഹം കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. ആ സമയത്ത് ഞാൻ പള്ളിയില് KCYM-ന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം തോന്നി. എന്നാണെങ്കിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ഈ ഒരു ഫീസ്റ്റ് കൂടി ഒന്ന് ആഘോഷിക്കാൻ യൂത്തിന്റെ ഒരു ഇനീഷ്യേറ്റീവില് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ ആർക്കും ഈ ഫീസിനെ പറ്റിയിട്ട് അറിയത്തില്ല. അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നിട്ട് ഈ 9 കാര്യങ്ങൾ പഠിച്ചു. പഠിച്ചപ്പോൾ ആരെയും ചോദിച്ചു കഴിയുമ്പോൾ ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ്, 9 ദിവസം നമ്മൾ ഈ നൊവേന ചെയ്യണം, അത് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു പഠിച്ചു. പഠിച്ചിട്ട് ഈ ഒരു കാര്യം നമ്മൾ വികാരിച്ചിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തപ്പം അച്ഛൻ ഇത് സമ്മതിച്ചു. സമ്മതിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് അതൊരു ഭയങ്കര സന്തോഷം. അപ്പം നമുക്ക് ഇതിന് ഫ്രീ ആയിട്ട് ലീഫ്ലെറ്റ്സ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ അതിന്റെ ഒരു ഇനീഷ്യേറ്റീവിൽ വന്ന ഒരു എഫക്ട് എന്താന്ന് വെച്ചാല്, ഈ ലീഫ്ലെറ്റുകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. നമ്മളിത് മടക്കിയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോ രാത്രി മുഴുവൻ ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇത് മടക്കും. അതിങ്ങനെ ബണ്ടിൽ ചെയ്യും, ഓരോ വാർഡിലേക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെ ആ വർഷം എല്ലാ വീടുകളിലേക്കും കൊടുത്തു. ആ വർഷം ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ വർഷം ആദ്യമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ദൈവകരുണയുടെ നൊവേന അന്ന് ചെയ്തു. അങ്ങനെ പിന്നീട് പിന്നീട് ഇപ്പൊ എനിക്ക് പറയാം ഒരു 4-5 വർഷമായി ഞങ്ങളുടെ പള്ളിയിൽ. ഇതിപ്പം ഇനി നടക്കാൻ പോകുന്ന 5-ാമത്തെ വർഷമാണ്. അപ്പോ അത്രയും കാര്യമായിട്ട് ആ പള്ളിയില് ഈ ഒരു ദൈവകരുണയ്ക്ക് വേണ്ടിയിട്ട്, അതോടൊപ്പം അച്ഛന് ഒരു ഇൻസ്പിറേറ്റീവ് രാവിലെ 6 മണിക്ക് ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ട് എന്നും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ചാല്, ഈ ഒരു ഫീസ്റ്റ് നമ്മളെക്കാളും കൂടുതൽ നമ്മളിപ്പോ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ ഇത് ഈശോ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പല ഡിവോഷൻസിനെ പറ്റി കേൾക്കും, പക്ഷെ ഇത് ഈശോയോടുള്ള ഒരു ഡിവോഷനാണ് ഈ ഡിവൈൻ മേഴ്സി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈശോ ഇങ്ങനെ നമുക്കിത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ സത്യം പറഞ്ഞാല് ഈശോ ഏറ്റവും ആദ്യമേ നമ്മൾ പറഞ്ഞാല് അഹങ്കാരം അല്ല, അങ്ങനത്തെ എന്താ പറയാ അങ്ങനത്തെ ഒരു തെറ്റല്ല ഈ ഏദൻ തോട്ടത്തിൽ നടക്കുന്നത്. അത് അവിശ്വസ്തതയാന്നാ പറയാ. കാരണം കർത്താവിന് ഒട്ടും വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് എന്ന് പറയുന്ന അവിശ്വസ്തതയാ. അപ്പം അവിശ്വസ്തതയ്ക്ക് പരിഹാരമായിട്ട് കർത്താവ് കൊടുക്കുന്നത്, ആ, ഈ പറുദീസ പൂട്ടിയാലും കൊടുക്കുന്നത് ഈശോനെയാ. ഈശോനെ കൊടുക്കുന്നതെന്ന് വെച്ചാല് കരുണയുടെ രാജാവായിട്ട്. അതിന് കാരണം എന്താന്ന് വെച്ചാല്, ഈ എന്ത് സംഭവിച്ചാലും അതിന് നമ്മൾ ഫിസിക്സിൽ പറയുന്ന പോലെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അതില് പറയുന്ന പോലെ ഈ ഈ ഒരു ഇത്രയും വലിയ തെറ്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ മൊമെന്റിലും നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിശ്വസ്തരാണ്. അതാ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ ആ ഒരു തെറ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈശോ ഇറങ്ങി മനുഷ്യനായിട്ട് വന്നത് തന്നെ ഈ ഒരു എന്താ പറയാ കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതെന്ന് വെച്ചാല് വിശ്വസ്തതയുടെ ഒരു മാർഗം. നമ്മളിപ്പോ ഈ സ്നേഹത്തിനെ പറ്റിയിട്ടൊക്കെ പറയുവാണെങ്കിൽ,
പല ടൈപ്പ് ഓഫ് സ്നേഹമുണ്ട്. നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം. പക്ഷെ ആ സ്നേഹമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. അപ്പൊ ഈ സ്നേഹത്തിന് പല ലെവൽസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ സ്നേഹത്തിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് കരുണ എന്ന് പറയാം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ലവിങ് ദ അൺലവബിൾ ആൻഡ് ഫോർഗിവിങ് ദ അൺഫോർഗിവബിൾ എന്നാ പറയാം. അതായത് നമ്മളെ സ്നേഹിക്കാൻ യാതൊരു യോഗ്യതയില്ല. കാരണം നമ്മൾ ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ എന്ന് വെച്ചാൽ ആകെ ഒരു യോഗ്യത എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഈക്വൽ യോഗ്യതയാണ്. അതിൽ യോഗ്യത കൂടിയവരും യോഗ്യത കുറഞ്ഞവരും ഇല്ല. അതിന് കാരണം എന്താന്ന് വെച്ചാല് നമ്മളെക്കാളും എന്താ പറയാ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഈശോയാ. അപ്പം ഈശോയുടെ ആ ഒരു ചോരയുടെ വിലയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതില് ആ ചോരയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളി ചെറിയ ചേച്ചിക്ക്, രണ്ട് തുള്ളി എലിയൻ ചേച്ചിക്ക്, അങ്ങനെ ഓരോരുത്തർക്ക് ആ തുള്ളിയിൽ വ്യത്യാസമില്ല. അത് മുഴുവനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ചിത്രമൊക്കെ കണ്ടാൽ അറിയാം. അതായത് ഇതിൽ സയന്റിഫിക്കലി പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യ, അതായത് ഈശോ അവസാന തുള്ളി ചോര വരെ തന്നു എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കും. അതായത് നമ്മൾ ആ ഒരു സ്പ്ലിറ്റ് കണ്ടോ, വാട്ടർ ആൻഡ് ബ്ലഡ് ആയിട്ട് ഒരു സ്പ്ലിറ്റ് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഈശോ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ അതേ നോട്ടാണ് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ ഈ ഒരു ഇമേജിനെന്നായി ഈശോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഫൗസ്റ്റീനെ പറയുന്നത്. അപ്പൊ അതില് ഈ ഒരു സ്പ്ലിറ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ആ ലാസ്റ്റ് ഡ്രോപ്പ് വരുമ്പോഴത്തേക്കും അത് വാട്ടർ ആൻഡ് ബ്ലഡ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്, അതായത് ഇനി ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും ബാക്കി തരാനില്ലെന്ന് കാണിക്കുന്നത് അത്. എന്ന് വെച്ചാൽ അത്രയെന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെക്കുക. ഇതിന്റെ ഉള്ളിലാണ് കർത്താവ് ആ ഗ്രേസ് മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ലക്ഷ്മണൊക്കെ പറയും 2000 വർഷം കർത്താവ് ഈ ഒരു സെയിന്റിന് വേണ്ടിയിട്ട് ഇത്രയും ഹമ്പിൾ ആയിട്ടുള്ള ഒരു സോളിന് വേണ്ടിയിട്ട് കർത്താവ് കാത്തിരുന്നു. കാരണം ഈ ഒരു സംഭവം നമ്മളോട് പറഞ്ഞു തരാൻ. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും വിഷനും ഇത്രയും പ്രൊഫസിയും ഇത്രയും ബൈലൊക്കേഷനും ഒക്കെ ഉള്ള, അതായത് എന്താ പറയാ, ഈ പഞ്ചക്ഷതം ഒക്കെ ഉള്ള ഒരാള് പ്രവചിച്ചതിൽ ഒന്നോ രണ്ടോ കാര്യം മാത്രമേ ആള് കണ്ടിട്ടുള്ളൂ എന്ന് വെച്ചാല് ജീവിച്ചിരിക്കുമ്പോ ഇതൊക്കെ കേട്ടതിന്റെ, അതായത് ഒരുപാട് പേര് പറയും ഇത് ഹാലുസിനേഷൻ ആണ്, നീ ഇത് പറയുന്നത് ചുമ്മാ തോന്നുന്നതൊക്കെ ഈ സെയിനോട് പറയും. പക്ഷെ ഈ സെയിന്റ് ആ ഒരു ഒബീഡിയൻസിന്റെ പേരിൽ പോയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഡയറി ഉള്ളത്, ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ളത്. അപ്പൊ ഈശോ ഈ ഒരു ഇമേജ് കൊടുക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫീസ്റ്റ് ആഘോഷിക്കാൻ നീ പറയണം, ഈ ഒരു ചിത്രം വരയ്ക്കാൻ നീ പറയണം, ഇത് നീ വെനറേറ്റ് ചെയ്യണം. ഇതെല്ലാം പറയുമ്പോഴും ഈ സെയിന്റ് പടം വരയ്ക്കുന്ന ആളല്ല. ഈ സെയിന്റ് എന്താ പറയാ, ഒരു ക്ലോസ്ഡ് ഒരു ഇതിലാണ് നിൽക്കുന്നത്, ഒരു കോൺവെന്റിലാണ് നിൽക്കുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയിട്ട് പടം വരയ്ക്കാൻ പറയാന്നൊക്കെ പറഞ്ഞ ഒരു ഹെൽപ്പ് ഇല്ല. നിങ്ങൾക്കറിയാം അതിന്റെ ഉള്ളിൽ എല്ലാം റെസ്ട്രിക്റ്റഡ് ആ. അപ്പോൾ അങ്ങനെ ഒരാളോട് ഇത് വരയ്ക്കാൻ പറയാന്ന് പറയുമ്പോഴും ആളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പൊട്ടനെ പോലെ എന്നൊക്കെ ആശേട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എല്ലാം ആമേൻ ആള് സ്വീകരിച്ചു. അങ്ങനെ ആ ഒരു സ്വീകരിച്ച, അതായത് വർഷങ്ങൾ എടുത്തു എന്നുള്ളതാ. ആകെ ജീവിച്ചത് 33 വർഷമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയും 3-ാം ക്ലാസ് വരെ ആള് പഠിച്ചിട്ടുള്ളൂ. എന്റെ അനിയത്തി 3-ല പഠിക്കുന്നത്. അവളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം എഴുതുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഈ ഒരു ഡയറിയിൽ ഒരു പേജെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എഴുതിയിട്ടുള്ളത് ഒരു ഹ്യൂമൻ പവറിൽ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ഡയറി ബാൻ ചെയ്തു, റിജക്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പങ്ക്ച്വേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാള് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എഴുതുമ്പോൾ ഈ കോമയും കുത്തും ഇല്ലാത്ത ഈ സാധനം ഇറ്റാലിയനിലോട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് റോമില് ഇത് അംഗീകാരത്തിന് വേണ്ടി കൊടുക്കണമല്ലോ. ഇത് സെയിന്റ് ഫൗസ്റ്റിന മരിച്ചു കഴിയുമ്പോൾ ഇത് കൊടുക്കുന്ന ഒരു സമയത്ത് അവർ റിജക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു എവിഡൻസും ഇല്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം മൊത്തം മാറിപ്പോയി. അങ്ങനെയാണ് ഇതിന് ബാൻ വരുന്നത്. അപ്പോ സെയിന്റ് ഫൗസ്റ്റിന ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശോ പറയുന്നുണ്ട്, നീ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കണം, നീ ഡിവൈൻ മെർസി സ്പ്രെഡ് ചെയ്യണം. ഇതെല്ലാം പറയുമ്പോഴും ഈശോ ഫാദർ മൈക്കിൾ സപ്പോസ്കോ എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ഫാദറിനെ കൊടുക്കുകയാണ്. ഈ അച്ഛൻ വഴിയാണ് ബാക്കി ഇത് തീരുന്നത്. അച്ഛനും ഇത് കാണാൻ പറ്റുന്നില്ല. അതെല്ലാം സെയിന്റ് ഫൗസ്റ്റീനെ പ്രഡിക്റ്റ് ചെയ്യുക, അതായത് ഇതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള ഈശോ കാണിച്ചു കൊടുക്കും. പക്ഷെ എന്നാലും ആ അച്ഛൻ എന്തോരെ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരുമെന്ന് കാണിച്ചു കൊടുക്കും. ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ ഒരു 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 ഹ്യൂമൻ ചിന്തയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇത്രയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എന്നോട് പറഞ്ഞൊരു കാര്യം ദൈവമാ പറഞ്ഞത്, പക്ഷെ അത് നടത്തുന്നില്ല, എന്തൊരു ദൈവം നമ്മൾ ചിന്തിക്കുക. കാരണം ജീവിച്ചിരിക്കുമ്പം ഇത് വെനറേറ്റ് ചെയ്യണം, ഇതിലൂടെ ഞാൻ ഗ്രേസ് കൊടുക്കും. പക്ഷെ എവിടെ ആ ഇമേജ് വെനറേറ്റ് ചെയ്ത ഒരു കാര്യം നമ്മൾ കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഇമേജിന് സെയിന്റ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. എല്ലാം എല്ലാം എന്ന് പറഞ്ഞ പോലെ എന്താ പറയാ അങ്ങനെ ആയി. അപ്പൊ ഈ ഒരു സഫറിങ്ങിന്റെ സമയത്തും ഈശോ പറയുന്നുണ്ട്, ഈ എന്താ പറയാ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആളാണ് ഇപ്പം ഫൗസ്റ്റീനൊക്കെ എത്രയെന്ന് പറഞ്ഞ പോലെ ഒബീഡിയൻസ് ഹമ്പിൾ ആയിട്ട് ഇങ്ങനെ
നിൽക്കുന്ന ഒരു സമയത്ത് എന്താ പറയാ ഈ ഒരു ഇത്രയെന്ന് പറഞ്ഞ പോലെ ഒരു സമർപ്പണം കൊടുത്തിട്ട് നിൽക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ സോൾസ് കാരണമാണ് ഞാൻ ഈ ഭൂമിനെ സസ്റ്റെയിൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു, ഈശോ പെട്ടെന്ന് നീതിയോടെ വിധിക്കാൻ വരുമ്പോഴത്തേക്കും, അതായത് ആ ഒരു സമയത്തിന് മുന്നേ നമ്മളെ ഇതിനു വേണ്ടി ഈശോ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആത്മാക്കൾ ഈശോയ്ക്ക് വേണം. കാരണം ഈ ഒരാൾക്ക് വേണമെങ്കിൽ ഇത്രയും നമ്മൾ ഈ ഡയറി ഇങ്ങനെ വായിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യം, എത്രയും സഹിച്ചു എന്ന് പറഞ്ഞാല് വിസിബിളി പിശാചുകളെ കാണാൻ പറ്റുമായിരുന്നു. അത്രയും കാണുമ്പോ തന്നെ ആൾക്ക് പറയാം, കർത്താവ് എനിക്കിനി പറ്റില്ല, ഞാൻ ഇനി ഈ നിമിഷത്തിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തീരും. പക്ഷെ ആ ഒരു യെസിന്റെ പുറത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫെയ്ത്ത് ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയും. വിശ്വാസം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാ. പക്ഷെ ആ ഗിഫ്റ്റിനെ എടുത്ത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യം. അതായത് എനിക്കിത് കർത്താവ് തന്നൊരു ഗിഫ്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇത് കർത്താവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണോ വേണ്ടോന്ന് പോലും കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം. പക്ഷെ ഈ സെയിന്റ് ഒക്കെ ചെയ്തിരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, കർത്താവിനോട് പറയാണ്, എന്റെ സ്വാതന്ത്ര്യം പോലും ഞാൻ നിനക്ക് അടിയറവ് വെക്കാം, കാരണം എനിക്ക് അതുപോലും വേണ്ട. അപ്പൊ ഈ സെയിന്റ് ഇങ്ങനെ ഈശോയോട് ചെയ്യുന്ന ഒരു പ്രയർ ഉണ്ട്. അതായത് എനിക്ക് സെയിന്റ് ആവണം ഈശോയെ, പക്ഷെ എനിക്ക് വേറെ ആര് നിന്നെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിച്ചിട്ടുള്ള ഒരു സെയിന്റ് ആവണം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഒരു 33 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ കാൽക്കുലേറ്റ് നോക്കി, ഒരു 12,053 അത്രയാണ് ഒരു ദിവസം, ഒരു ദിവസങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ആ ദിവസങ്ങളിൽ സിസ്റ്റർ ആയിട്ട് ജീവിച്ചെന്ന് പറഞ്ഞാൽ 13 വർഷം. ഈ 13 വർഷം എന്ന് പറഞ്ഞ ഒരു 4000 5000 അടുത്ത ദിവസങ്ങൾ. ഈ 5000 ദിവസം കൊണ്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജീവിച്ച ഒരു ആത്മാവ് ക്രിയേറ്റ് ചെയ്ത ഒരു റെവല്യൂഷൻ ആണ് നമ്മൾ ഈ 33 ദിവസം കാണാൻ പോകുന്നത്. എന്ന് വെച്ചാല് ഇത് തീരുമ്പോഴും ഈശോ വിസിബിളി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇവിടെ തീരുകയല്ല. അതായത് നമുക്ക് ഈ ഭൂമിയിൽ ഇത് തീരുവല്ല, ഇത് ഇതിന്റെ ബാക്കിയാണ്, ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന നിത്യതയില്. അപ്പൊ ഈ സെയിന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ വെച്ചിട്ട് എന്റെ മിഷൻ തീർക്കുമല്ല, ഞാൻ പോയി കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ വരും. പക്ഷെ ആ ഒരു ആളെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അതും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സെയിന്റ് ആണ്. അപ്പൊ ആളെ പറ്റിയിട്ട് പറയുമ്പോൾ ഇവര് പോളണ്ടിൽ നിന്ന് ഒരു സ്പാർക്ക് വരുന്നതാണ് ഈശോ ഇതിനെ പറ്റിയിട്ട് ഈശോ കൊടുത്ത ഒരു പ്രവചനം. അപ്പൊ ഈ പോളണ്ടിൽ നിന്ന് വന്ന രണ്ട് സ്പാർക്കുകളാണ് ഈ രണ്ടുപേരും, സെയിന്റ് ഫൗസ്റ്റീനെ സെയിന്റ് ജോൺ പോളും. ഇപ്പം സെയിന്റ് ജോൺ പോൾ കർദിനാളായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു എന്താ പറയാ ഡിവൈൻ മേഴ്സിക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെയിന്റ് ഫൗസ്റ്റീന ഇല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫാദർ മൈക്കിളും ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സെയിന്റ് ജോൺ പോളാണ്. അപ്പൊ ജോൺ പോൾ മാർപ്പാപ്പ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് വെച്ചാല് ഈ ഇമേജ് ആ ചാപ്പലില്, സെയിന്റ് ഫൗസ്റ്റീനയുടെ ചാപ്പലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെക്കുന്ന ഒരു സമയത്ത് ആ ആ സ്ഥലത്ത് ഒരു സോഡ ഫാക്ടറിയിലാണ് ആ സമയത്ത് നമ്മുടെ സെയിന്റ് ജോൺ പോള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ആ യുദ്ധത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ആളിങ്ങനെ പോകുമ്പോൾ എന്നും ഈ ചാപ്പലിൽ കയറിയിട്ട് ഈ ഇമേജിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടേ പോകും. അപ്പൊ ഇതെന്ന് വെച്ചാല് അവർ തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് കണ്ടിട്ടില്ല, പക്ഷെ ജീവിച്ചിരുന്ന ഒരേ കാലത്താ. പക്ഷെ ഈ ചാപ്പലിൽ കയറിയിട്ട് പോകും. പക്ഷെ ഈ ഒരു കാര്യം വെനറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ഫീസ്റ്റിനെ പറ്റിയിട്ട് എന്താ പറയാ ഓർഗനൈസേഷൻ കൊടുത്തിട്ട് മാർപ്പാപ്പയായിട്ട് ക്രാക്കോവിൽ ആ ഒരു ചാപ്പലിൽ ചെല്ലുമ്പോഴത്തേക്കും മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഒരു വുഡൻ ഷൂസ് ഇട്ടിട്ട് ഈ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിച്ച ആ ഒരു പണിക്കാരൻ ഇന്ന് ഇത് വെനറേറ്റ് ചെയ്യാൻ ആര് കണ്ടു എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്. പക്ഷെ കർത്താവ് അത്രയെന്ന് പറഞ്ഞ പോലെ ആൾക്കാരിലേക്ക് ഈ കരുണ എത്തിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കരുണ കാണിക്കുമ്പം, അതായത് നമ്മൾ ഏറ്റവും ആദ്യം കാണിക്കേണ്ടത് നമ്മളോടാ. കാര്യം എന്താന്ന് വെച്ചാല് നമ്മളിൽ നിന്നാണ് ഇത് തുടങ്ങണ്ടേ. കാരണം ഇത് സ്വീകരിക്കുന്ന നമ്മളാണെങ്കിൽ, ഇപ്പൊ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഇത്രയും പേര്, ഇതിൽ ഞങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു സ്പാർക്ക് എന്റെ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയ ഒരു സ്പാർക്ക്, അത് ഞാൻ ഈ ഒരു എന്താ പറയാ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊക്കെ സ്പാർക്ക് അടിച്ചാണ് ഇപ്പൊ ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു 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 ഫ്ലെയിം ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ എത്ര പേര്, എത്ര ആത്മാക്കൾ രക്ഷപ്പെടും. കാരണം കർത്താവിന്റെ ആഗ്രഹമാണ് അത്. ഇത് എല്ലാവരും അറിയണം ഈ ഒരു ഫീസ്റ്റിനെ പറ്റി. കാരണം ആ ഫീസ്റ്റ്, ഈ ഒരു ഇമേജിന്റെ ഇമ്പോർട്ടൻസ് കർത്താവ് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഫീസ്റ്റിനെ പറ്റി നീ പറഞ്ഞാല് ഫീസ്റ്റ് ഉണ്ടോന്ന് ആൾക്കാർ ചോദിക്കും. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, അത് നടത്താൻ പറഞ്ഞാൽ അവർ നടത്തില്ല. അതിനു വേണ്ടിയിട്ട് ഈ ഇമേജ് വെനറേറ്റ് ചെയ്യണം, ഈ ഇമേജിന്റെ അകത്തുനിന്ന് കരുണ ഒഴുകും നീ പറയണം. അത് പറയുമ്പം ആൾക്കാർക്ക് കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്നൊരു ഒരു ഒരു കാര്യം മനസ്സിലാവും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു കരുണ നമ്മൾ കാണിക്കേണ്ടത്, നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഇത് അൺഡിസേർവിംഗ് ആണ്. ഉറപ്പായിട്ടും അതെ, നമ്മൾ ഡിസേർവിംഗ് ആണ്, ഈ കരുണ നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളോട് ചോദിച്ചിട്ടല്ല ഈശോ നമ്മളെ ഉണ്ടാക്കിയത്, ഈശോ നമ്മളെ ചെയ്തത്. പക്ഷെ അപ്പൊ നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ ഈശോയ്ക്ക് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈശോയുടെ ആണ് നമ്മള്. കാരണം നമ്മളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഈശോയ്ക്ക് ചെയ്താൽ മതി. പക്ഷെ അപ്പോഴും ഈശോ ഒരു മാന്യത നമ്മളോട് കാണിക്കും, നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്.
അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി യെസ് പറഞ്ഞിട്ട് സഫറിങ്ങും സ്ട്രഗിളും ഇല്ലെന്നല്ല. പക്ഷെ ആ ഒരു സഫറിങ്ങിന്റെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലോകം കൊണ്ട് തീരേണ്ടവരല്ല. നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്ക് പോകേണ്ടവരാ. അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ എക്സ്ക്യൂസസ് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ കാതറിൻ എന്ന് പറയുന്ന സീൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരാവാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായി കഴിഞ്ഞാല് നിങ്ങൾ ഈ ലോകത്തെ എന്താ പറയാ തീയിലാക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്ത ഈശോയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട്. സെയിന്റ് ഫൗസ്റ്റീനെ വഴി ഇത് നമുക്ക് കിട്ടി. പക്ഷെ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി എക്സ്ക്യൂസ് ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. എല്ലാവർക്കും അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ എനിക്ക് ഉറപ്പാണ് ഒന്നെങ്കിൽ കരുണ അനുഭവിച്ചവര്, കരുണ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവര്, ഉറപ്പായിട്ടും കരുണ വേണമെന്ന് അത്രയും ഉള്ളില് ഒരു വിഷമം കൊണ്ടെങ്കിലും വന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ വന്നവരെല്ലാവരും. പക്ഷെ നമ്മള് ഈ കരുണ നമ്മൾ സ്വീകരിക്കണം. നമ്മള് വേറൊരു പാരഗ്രാഫ് ഞാൻ കണ്ടതാണ്, 202 കണക്ക് സെയിന്റ് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ അനിയത്തി, ഐ മീൻ സഹോദരി വന്നിട്ട് സെയിന്റിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പം പറയുന്ന എല്ലാം വേൾഡ്ലി കാര്യങ്ങളാണ്, ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഈ സെയിന്റ് ആലോചിക്കുക എന്ത് ഹൊറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എന്നോട് സംസാരിക്കും, എന്നാലും ഇവളുടെ ആത്മാവ് ഒരു ഈശോയ്ക്ക് വേണം. അപ്പോ ഈ ഒരു ആത്മാവിന് വേണ്ടി സെയിന്റ് പറഞ്ഞു വെക്കുവാണ് ഡയറിയിൽ, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട്, ഇത്രയും പ്രാർത്ഥിച്ച്, ഇത്രയും സഫറിങ് എടുത്തിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചിട്ടില്ല. അത് എന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാ, എന്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ ഉറപ്പായിട്ടും അങ്ങനെ കരുണ വേണ്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരിലേക്ക് ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവിന് ആകെയുള്ളൊരു ഇൻസ്ട്രുമെന്റ് നമ്മളാ. അപ്പൊ നമ്മൾ ആ ഒരു ചാൻസ് നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കത് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കത് കൊടുക്കാൻ പറ്റണമെങ്കിൽ കർത്താവിന്റെ അടുത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ പാപികളാണ്. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഉറപ്പായിട്ടും നമുക്ക് ബലഹീനതയുണ്ട്. പക്ഷെ കർത്താവിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നതാണ് ഈ കരുണ. അത് നമ്മൾ ആഘോഷാക്കാൻ വേണ്ടി പോകും. കർത്താവിന്റെ ഒരു ബലഹീനതയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതിന് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ബലഹീനതനെ ഈക്വലൈസ് ചെയ്യണമെങ്കിൽ കർത്താവ് മനുഷ്യനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ബലഹീനത കൊണ്ടേ പറ്റുള്ളൂ. ആ ബലഹീനതയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, കരുണയാണ്. അപ്പൊ നമ്മൾ ഇതിന് ഒട്ടും ഡിസേർവിംഗ് ആണെന്ന് നമ്മൾ ഒരിക്കലും അൺഡിസേർവിംഗ് ആണ് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഇത് നമ്മുടെ യോഗ്യതയല്ല, അത് അഹങ്കാരമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് ഇത് ഞാൻ ഡിസേർവിംഗ് അല്ല, അതിന് കാരണം എന്താ, ഞാൻ ഡിസേർവിംഗ് ആണെന്ന് വിചാരിച്ചിട്ടാണ്, ബാക്കിയെല്ലാം എനിക്ക് ഡിസേർവിംഗ് ആണ്, ഇത് മാത്രം അല്ല എന്ന് പറയുന്ന പോലെ ഒരിക്കലും അല്ല. ഇത് നമ്മൾ ഡിസേർവിംഗ് ആയത് കർത്താവിന്റെ യോഗ്യത കൊണ്ട്. ഈ കർത്താവിന് വരേണ്ട യാതൊരു ആവശ്യമില്ല, നമ്മളോടുള്ള ഒറ്റ സ്നേഹം കൊണ്ടാണ്. അത് ഇങ്ങനെ ട്രോമ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ യുണൈറ്റ് ചെയ്യണമെങ്കിൽ, കർത്താവായിട്ട് യുണൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സഫറിങ് കൊണ്ടേ പറ്റുള്ളൂ. കാരണം കർത്താവ് നമുക്ക് അത് നമ്മള് ആയിരിക്കുന്ന അവസ്ഥയിൽ മുന്നേ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതായത് സെയിന്റ് ഫുൾട്ടൻജേഷൻ പറഞ്ഞു തരുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ ഇപ്പം നമുക്ക് അനങ്ങാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, ചലിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ നമ്മൾ ഈ ചലിക്കുന്ന ഒരാളെ എന്നെ പിടിച്ചിട്ട് ഒരു പട്ടിയുടെ ശരീരത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പട്ടിക്ക് എന്തോരം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ, അതായത് ഞാൻ അത്രയും താഴോട്ട് പോവാ. അതായത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ ഒരു പട്ടി ഉള്ളിൽ ഇടുകയാണെങ്കിൽ ആ പട്ടിക്ക് എന്തോരം ചലിക്കാൻ പറ്റും. കർത്താവ് എന്ന് വെച്ചാൽ ഈ വലിയ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചുറ്റുപാടും മൊത്തം എല്ലാം ക്രിയേറ്റ് ചെയ്തൊരു ആളെ പിടിച്ചിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിലോട്ട് ഇടുക, മനുഷ്യനായിക്കോന്ന് പറഞ്ഞാൽ അത് എത്ര ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നറിയോ. എന്നിട്ട് കർത്താവ് അത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്നേഹം കൊണ്ട്, ഇതിന്റെ ആയിട്ടുള്ള കാര്യം കൊണ്ടാ, കാര്യം കൊണ്ടാ. അപ്പൊ നമ്മള് ഇത് സ്വീകരിക്കുക, ഇത് നമ്മൾ ജീവിക്കുക, ഇത് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുക. പക്ഷെ അപ്പോഴും ഈ നിത്യത എന്ന് പറയുമ്പം നമ്മള് സ്വർഗം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സെയിന്റ് ഫ്രാൻസിസ് അസീസി പറയുന്നത് പോലെ, അതായത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി അല്ല ഞാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ വാതായനങ്ങൾ എന്റെ മുന്നിൽ അടച്ചിടണേ, നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ എന്നെ നരകത്തിലേക്ക് തള്ളിയിടണേ എന്ന് പറയും. അതിന് കാരണം എന്താന്ന് വെച്ചാൽ കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നതെങ്കിൽ. പക്ഷെ അതെല്ലാം ഇവരെല്ലാം നമുക്ക് ജീവിച്ച് കാണിച്ചവരാ, ഇതെല്ലാം ഇമ്പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലഭിക്കാനിരിക്കുന്ന നമ്മുടെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിക്കും ഒന്നുമല്ല. കാരണം നമ്മൾ ചിന്തിക്കണം, നമ്മളെക്കാളും കൂടിയ ഗ്രേഡിൽ നമ്മൾ ചിന്തിക്കണം. ഇപ്പോ ഇതിൽ ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആ സഫറിങ് നമ്മൾ ചിന്തിച്ചു നോക്കുക. എപ്പോഴും ഞാൻ എന്റെ അമ്മയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, എപ്പോഴും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സഫറിങ്ങില് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അമ്മ എപ്പോഴും സഫർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു നോക്കും. അതായത് ഇത് ഈശോയുടെ സഹനത്തിന്റെ അത്ര എത്തിയിട്ടുണ്ടാവോ, അത്ര എനിക്ക് ആശ്വസിക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കായിരുന്നു. കാരണം ആൾക്ക് കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ടാലന്റഡ് ആയിട്ട് ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇത്രയും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ ഒരു റൂമിൽ ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കൺഫൈൻ ചെയ്ത് പൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു നിൽക്കുന്ന
നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം, അത് സഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ, അതായത് ഞാൻ എപ്പോഴും പറയും, കുരിശിൽ കിടക്കുന്ന കർത്താവിന്റെ സാധനം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എന്താ പറയാ എന്റെ അമ്മ സഹിക്കുന്ന കണ്ടിട്ടാ. അപ്പൊ ശരിക്കും ഞങ്ങൾ ഈ ഒരു എന്താ പറയാ ഞങ്ങൾ ഇത്രയും പേര് ഇതിൽ യെസ് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫേസ് ചെയ്ത സ്ട്രഗിളുകൾ എന്ന് പറഞ്ഞാല് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രഗിളും ഇല്ലാതെ, അല്ലെങ്കിൽ ഇതിൽ വെറുതെ ഇരിക്കുന്നവരാരുമില്ല, ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ആയിട്ടുള്ള ആൾക്കാരാ. പക്ഷെ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞങ്ങൾക്ക് ഓരോ സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ ആ ഒരു സ്ട്രഗിൾ എന്ന് വെച്ചാല് ഫിസിക്കലി ഉണ്ട്, മെന്റലി ഉണ്ട്, ഇമോഷണലി ഉണ്ട്. ഓരോരുത്തർ താഴെ പോകും. പക്ഷെ ഇത് കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്കാണെങ്കിൽ, ഒറ്റയ്ക്കെന്ന് വെച്ചാല് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഒരാളല്ലെങ്കിൽ ഞാൻ ഇത്ര ഇതിനെപ്പറ്റി നോക്കില്ല. അല്ലെങ്കിൽ എനിക്ക് അന്ന് ആ സമയത്ത് എന്റെ വികാരച്ചനോട് ഇത് പറയണമെങ്കിൽ പറയേണ്ടാത്ത ഒരു കാര്യമാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് നോക്കി എന്റെ ഉള്ളിൽ ഇരുന്നു, തീർന്നു. പക്ഷെ ഞാൻ ഇതിന്റെ മേലെ ആക്ട് ചെയ്യൂല, ഇതെന്റെ ഒരു അറിവായിട്ട് നിൽക്കും. പക്ഷേ എന്ന് വെച്ചാല് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് രാവും പകലും ഇത്രയും ആൾക്കാർ ഒരു ടീമായിട്ട് ഇതിന് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ സഹനത്തിന് അത്രയും ഞങ്ങൾ വാല്യൂ കണ്ടിട്ടാ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആശേട്ടനോടൊക്കെ ചോദിച്ചാൽ അറിയാം, എല്ലാവരും അതിന്റെ പുറകെ ഒരു വലിയ ടീമായിട്ട് നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ ഭയങ്കര സഹനങ്ങളുള്ള ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന്റെ ഒരു നേരത്തെ ഞാൻ ആ പറഞ്ഞ വചനം പോലെ നമുക്ക് ഈ ലഭിക്കാനിരിക്കുന്ന ആ ഒരു മഹത്വത്തിനോട് തുലനം ചെയ്യുമ്പോഴല്ലോ ശരിക്കും ആ ഒരു ദിവസത്തെ ആ ദിവസം എന്താ പറയാ ആ ദിവസത്തിൽ എത്താതെ, ഏപ്രിൽ 12th നമ്മുടെ ഫീസ്റ്റ് ആണ്, ആ ഫീസ്റ്റിന്റെ അന്നല്ലാതെ നിങ്ങൾ മരിക്കാൻ തീരുമാനിക്കരുത്, നിങ്ങൾ മരിച്ചു പോകരുത്. കാരണം ആ ഒരു ദിവസം എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നിങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അറിയത്തില്ല അടുത്തൊരു വർഷം അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഈ ഒരു വാർ നടക്കും, നമ്മൾ അറിഞ്ഞില്ല. കാരണം അടുത്ത നിമിഷം എന്താ നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സെയിന്റിന്റെ ഒക്കെ ഡയറിയിൽ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഞാൻ സ്റ്റക്കായി നിന്ന് പോയി. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കർത്താവിനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ പോവാ കുമ്പസാരിക്കാൻ. അപ്പൊ നമുക്ക് ശരിക്കും നമ്മൾ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാല് ഈ ദിവ്യകാരുണ്യ ഈശോനോട് നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങളുടെ കാല് നടക്കേണ്ടത് ആദ്യം പള്ളിയിലോട്ടാ, നിങ്ങളുടെ ഇടവ പള്ളിയിലോട്ടാ, ഈ കർത്താവിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. കാരണം സ്കൂളിൽ പോകുന്നുണ്ട്, കാരണം അത് നമ്മുടെ പ്രയോറിറ്റിയാ. സ്കൂളിൽ പോകണം, 6 ദിവസം സ്കൂളിൽ പോകണം, അത് നമ്മൾ ഉറപ്പായിട്ടും പോകും. ജോലിക്ക് പോകണം, നമ്മൾ ഉറപ്പായിട്ടും പോകും. പക്ഷെ എന്തുകൊണ്ട് ഈ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എനിക്ക് പള്ളിയിൽ പോകണം എന്ന് അത് നമ്മുടെ എഫേർട്ടിന്റെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയെന്ന് കരുതിയിട്ട്. പക്ഷെ ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസത്തിന് മുന്നേ നമുക്ക് നമ്മളോട് തന്നെ കരുണ കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇത്. അത് നമ്മൾ ഉറപ്പായിട്ടും കർത്താവിന് ആ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൽ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥിച്ച് കഴിക്കുന്ന, ജോലി ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന് മുന്നേ, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ വീട്ടിൽ തന്നെ കേട്ടോ. അതായത് ഞങ്ങൾ യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ പ്രാർത്ഥിക്കും, യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് വലിയൊരു പ്രാർത്ഥന, കർത്താവേ ഇത്രയും സംരക്ഷിച്ച് ഞങ്ങളെ കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു, ഇത്രയും ഞങ്ങളെ കരുതിയതിന് നന്ദി പറയുന്നു, ഇത് പറഞ്ഞിട്ടേ വണ്ടി ഓഫാക്കുള്ളൂ. അപ്പോ അത്രയെന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഓരോ മിനിറ്റിലും ഈ സെയിന്റ് പറയുന്ന ഒരു കാര്യം, ഉള്ളിലോട്ട് എടുക്കുന്ന ഓരോ ശ്വാസത്തിലും കർത്താവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇതിലും ഉണ്ട്. അങ്ങനെ അത് നമുക്ക് പറ്റാത്ത കാര്യമല്ല, നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ ഈശോ പറയില്ല. കാരണം ഈശോ മനുഷ്യനായിട്ട് വന്നത് ഇത് പറ്റൂന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു 33 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഈ ഡയറിയിൽ പറഞ്ഞതിന് പുറത്തൊന്നും നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ ഈ 33 ദിവസം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തുറന്നിടുവാണ്. അതായത് വേൾഡിലുള്ള എല്ലാവരും വന്ന് കൂടണം, അറിയണം, കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തുറന്നിടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് 3 ദിവസം ധ്യാനമുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലി ഇല്ലാത്തവരും ഒരു പണിയില്ലാതെ ഇരിക്കുന്നവരല്ല ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അത്രയും എഫേർട്ട് ഇട്ടിട്ട് 2 ടൈം സോണിലുള്ളവർക്ക് വേണ്ടിയിട്ട് 2 നേരമാണ് ഈ ധ്യാനം നടക്കുന്നത്. നമുക്ക് രാവിലെ 7 തൊട്ട് 9 വരെ പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ധ്യാനം നടക്കുന്നുണ്ട്, രാത്രി 8 തൊട്ട് 10 വരെ ധ്യാനം നടക്കുന്നുണ്ട്. സെയിം കണ്ടന്റാ, നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റുന്ന ഒരു സമയത്ത് കൂടെ. ഇതെല്ലാം നമ്മൾക്ക് അറിയാത്ത ഒരുപാട് അറിവുകൾ അതിൽ നമ്മളെ ഈശോ നയിക്കും. കാരണം ഈ അറിവ് നമ്മളുടെ ഉള്ളിൽ ഒരു അതിശയം ജനിപ്പിക്കും. ഈ അതിശയത്തിലൂടെ നമുക്ക് ഭയങ്കര ആ ക്യൂരിയോസിറ്റി, നമുക്കൊരു ഈശോയോട് ഭയങ്കര ഒരു സ്നേഹം തുടങ്ങും. ഈ അറിവിന്റെ ഒരു ഉദ്ദേശം തന്നെ അതിനാ. നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി വന്നു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. കർത്താവ് അതിനൊരു ചോദ്യം ചോദിക്കില്ല. ഇത് അറിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി ഒരു എക്സെപ്ഷൻ ഇല്ല. കാരണം ഇത് അറിഞ്ഞു, ഇനി ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ കർത്താവ് പറയും, ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നൊരു ചോദ്യം വരും. അന്ന് നമ്മൾ ഇതേപോലെ, നമ്മൾക്ക് അന്ന് മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നാണം കെടാൻ ഇടയാവരുത്. ഉറപ്പായിട്ടും എല്ലാവരും അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഈശോയുടെ ഒരു ആഗ്രഹം. അപ്പം കുറച്ച് സമയമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 86 വർഷം ജീവിച്ചാൽ മാക്സിമം കിട്ടുന്ന 30,000 ദിവസമാണ്. പക്ഷെ എത്ര മണിക്കൂറാ വെറുതെ നമ്മൾ കളയുന്നത്. ഈ ചില സെയിൻസ് ഒക്കെ ഉറങ്ങാതിരിക്കുന്ന സെയിൻസ് ഉണ്ട്. പക്ഷെ നമുക്ക്
ഇത്രയെന്ന് പറഞ്ഞ പോലെ നമ്മൾ കർത്താവിന് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ ഇറങ്ങുമ്പോണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് ഞാൻ ഇത്രയും ദിവസം എന്ന് പറഞ്ഞ പോലെ പല കാര്യം ഞാൻ വേണ്ടെന്ന് വെച്ചു, ഇത്ര ആൾക്കാരിലേക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഓർത്ത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ചെറിയ ആഗ്രഹം, കർത്താവ് ഈ ഒരു ഇമേജ് ഉള്ളിടത്ത് ഇരിക്കാൻ പറ്റണം. ഞാൻ ശരിക്കും സത്യം പറഞ്ഞ ഞാൻ വണ്ടർ അടിച്ചു പോയി ഞാൻ ഈ ഒരു ചാപ്പൽ കണ്ടിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ എഫേർട്ടിനും ഈശോ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോയ്ക്ക് ഓരോരുത്തരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹം. അപ്പൊ ഈ ഒരു 33 ദിവസം ധ്യാനം കഴിഞ്ഞാൽ 21 ദിവസം ഈ ഡയറീനെ ഞങ്ങള് രാവും പകലും ഇല്ലാത്ത പോലെ കീറി മുറിച്ച് 21 ടോപ്പിക് ആക്കിയിട്ടുണ്ട്. ഇത് മൊത്തം നിങ്ങൾ പഠിക്കും. ഈ 21 ദിവസം കൊണ്ട് ഈ ഡയറി നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇതിന്റെ അകത്തുനിന്ന് ഒന്നും നിങ്ങൾ വിടില്ല. കാരണം ഞങ്ങൾ ഒരു സിംഗിൾ പാരഗ്രാഫ് വിടാതെ ഞങ്ങൾ ഇന്നലെയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. 21 ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 33 ദിവസത്തെ റിസോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഈ ജേണി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈശോ പറയുന്ന ഒരു 9 ദിവസം നൊവേനയുണ്ട്. വേൾഡിലെ എല്ലാ ടൈപ്പ് ഓഫ് പാപികളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന 9 ടോപ്പിക്കുകൾ. ആ 9 ടോപ്പിക്കുകൾ നമുക്ക് 9 അച്ഛന്മാർ വന്നിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യും. എല്ലാ ദിവസവും ഈ 33 ദിവസവും 33 ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. അതും പുരോഹിത ആശീർവാദം കിട്ടും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കൂട്ട് നിങ്ങൾ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് ഈ 33 ദിവസം. കാരണം അത്രയെന്ന് പറഞ്ഞ പോലെ കർത്താവ് കരുണ ഇങ്ങനെ, സത്യം പറഞ്ഞാൽ ഈ കരുണ എന്ന് പറയുമ്പോൾ ഈശോ പറയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് ഫ്ലഡ് വരുന്ന പോലെയാ. നിങ്ങൾ ഈ ഉരുൾപൊട്ടലിന്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് വരുന്ന പോലെ കരുണ ഒഴുക്കും എന്നാ പറയുന്നത് ഈ ഒരു സീസണ്. അപ്പോ നമ്മുടെ ഒരു കരുണ അവസാനത്തെ ഒരു സമയത്തേക്ക് വേണ്ടി കാത്തു വെക്കരുത്. കാരണം അവസാനത്തെ സമയം എപ്പോഴാണ് നമുക്കറിയില്ല. അതായത് ഈ ഉള്ളിലോട്ട് ഞാനിപ്പോ ഈ എടുക്കുന്ന ശ്വാസം എനിക്ക് തിരിച്ചുവിടാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പേരാണ് മരണം. പക്ഷെ അത് എപ്പോ പറ്റും നമുക്ക് അറിയാത്തത് കൊണ്ട് ഇപ്പൊ ഒരു മൊമെന്റ് നമുക്കുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. കരുണ കൊടുക്കുന്നവരായിട്ട് ഈ 33 ദിവസം കൊണ്ട് നമ്മൾ പോകണം. കാരണം ഒന്ന് രണ്ട് പേര് കേട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ അറിയുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ നോക്കണം, 540 പേരുണ്ട് ഈ ഗ്രൂപ്പില്. 539 ഞങ്ങൾ എപ്പോഴും ഒന്ന് കൂട്ടി പറയും, ഈ 540 ആൾ ഈശോയാ. അപ്പൊ അത്രയും പേര് ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് കേട്ടിട്ട് നിങ്ങളിത് പോയരുത്. 33 ദിവസം നമ്മള് വലിയ ആഘോഷമാക്കാൻ വേണ്ടി സ്ട്രഗിള് വരുമ്പോ ഉറപ്പായിട്ടും താഴോട്ട് നോക്കരുത്. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സെയിന്റിന് ഒരുപാട് സ്ട്രഗിൾ വന്നു. ഇത് നിൽക്കുന്ന സമയം, അതായത് ഓരോ കാര്യം ചെയ്യുമ്പോൾ, ഇമേജ് പെയിന്റ് ചെയ്യുമ്പോൾ, നൊവേനയ്ക്ക് കൊടുക്കുമ്പോൾ, പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ, അധികാരികളിൽ നിന്ന് വരെ എതിർപ്പ് വരുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും സ്ട്രഗിൾ നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഇത് എന്റെ അടുത്തുനിന്നാ വരുന്നത്. കാരണം ഈ ലോകത്തിന്റെ ഒരു സാധനം ആ ലോകത്തിന് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സാത്താൻ സാത്താനെ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സാത്താന്റെ കിങ്ഡം ബലപ്പെടില്ല. അപ്പൊ നമ്മൾ ഓർക്കണം, ഇത് അത്രയും ഡിഫെൻസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതിൽ കേൾക്കുന്നതോ, നിങ്ങൾ ചുമ്മാ നിങ്ങൾ പ്രസന്റ് ആയിരുന്നാൽ മതി ഈ 33 ദിവസം. ബാക്കി കർത്താവ് നോക്കിക്കോളും. അതും കരുണയാ. കാരണം ഈ 33 ദിവസം നമ്മളിങ്ങനെ ജേർണി ചെയ്യുമ്പോൾ കർത്താവ് ആ ഫ്ലഡ് പോലെ കരുണ ഒഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക. അപ്പോ ഉറപ്പായിട്ടും നമ്മൾ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഒറ്റ കാര്യം, ഈ കേട്ടയിന്ന് എന്തൊക്കെ മറന്നുപോയാലും ഇന്ന് മുതൽ ഈ സമയം മുതൽ നമ്മൾ ഇപ്പൊ മനസ്സിൽ തീരുമാനിക്കേണ്ട കാര്യം കർത്താവ് മാത്രം പ്രയോറിറ്റി. അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എങ്കിലും അല്ല, എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഈ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ലൈഫ് ഭയങ്കര കരുണ നിറഞ്ഞതാവും. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും.